ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് പ്രസൻസ്. ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി. ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് ഇത് ആമുഖവും അനുബന്ധങ്ങളുമടക്കം 24 ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകത്തിനെതിരെയുള്ള കത്തോലിക്കാ സഭയുടെ വിമർശനങ്ങൾക്കുള്ള മറുപടിയുടെ 2ാം ഭാഗം. പാതിരിയുടെ സമ്മതമൊഴികൾ. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകമെഴുതിയതിന് എന്നെ പുലഭ്യം പറയാനും പുസ്തകത്തിലെ അച്ചടിപ്പിശകും വ്യാകരണത്തെറ്റും കണ്ടുപിടിക്കാനുമാണ് ലൂക്ക് തന്റെ പുസ്തകത്തിലെ അധികം പേജുകൾ ചിലവാക്കിയിരിക്കുന്നത്. എങ്കിലും എഴുതിവന്നപ്പോൾ റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസാചാരങ്ങളെത്തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യേണ്ടി വന്നു. യുക്തിവാദികൾ മിക്കപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നതും കത്തോലിക്കർ വീറോടെ നിലനിർത്താൻ ശ്രമിക്കുന്നതുമായ നിരവധി ആചാരങ്ങളും വിശ്വാസപ്രമാണങ്ങളും തെറ്റാണെന്ന് സമ്മതിച്ച് ലൂക്ക് തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ താഴെ കൊടുക്കുന്നു. സമ്മതമൊഴി 1. അന്ധവിശ്വാസങ്ങളും മതവും. ക്രൈസ്തവരുടെ ഇടയിൽ നിലവിലിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നേരെ ഇടമറുക് വിരൽ ചൂണ്ടുന്നുണ്ട്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കു കഴമ്പുണ്ടെന്ന് ലജ്ജാപുരസരം സമ്മതിക്കുന്നു. ലൂക്കിന്റെ പുസ്തകം പേജ് 11. അസീസി മാസികയിൽ എഴുതിയതും പുസ്തകത്തിൽ വരാത്തതുമായ ചില വാചകങ്ങൾ കൂടിയുണ്ട് അദ്ദേഹത്തിന്റേതായി. അതും ഇവിടെ ഉദ്ധരിക്കാം. ഈ ലേഖനം എഴുതാൻ ആരംഭിച്ചത് 1981 ആഗസ്റ്റ് 6-ാം തീയതിയാണ്. അതിന്റെ തലേദിവസം കലാനിലയംകാരുടെ രക്തരക്ഷസ് എന്ന നാടകം കാണാൻ പോയി. കൊട്ടകം മുഴുവൻ കാണികൾ ഹൈന്ദവരും ക്രൈസ്തവരും മുഹമ്മദീയരുമുണ്ട്. നാടകം വളരെ മോശമായിരുന്നു. കലാപരമായിട്ട് നോക്കിയാൽ യാതൊരു മേന്മയുമില്ല. ഏക ഫലം അന്ധവിശ്വാസവർദ്ധനവായിരിക്കും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു രാക്ഷസി സുന്ദരിയായ യുവതിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഒന്നും സംശയിക്കാത്ത മനുഷ്യരെ വധിക്കുന്നു. ഇതെല്ലാം ശാസ്ത്രീയ വസ്തുതകളാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നുണ്ട്. ഈ മടയത്തരം കേട്ട കാണികളിൽ മിക്കവരും, അല്ലെങ്കിൽ കുറേപ്പേരെങ്കിലും, കൂടുതൽ അന്ധവിശ്വാസികളായിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. ചില ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പിശാചിനാണ് ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം. യുക്തിവാദികൾ അന്ധവിശ്വാസം ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവരത്രേ. അവരുടെ പരിശ്രമം ശ്ലാഘനീയമാണെന്ന് സമ്മതിക്കണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസം ദൈവനിഷേധം തന്നെയാണ്. അത് തൂത്തുവാരി ദൂരെയെറിയുവാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ഇടമറുകിനെ അഭിനന്ദിച്ചുകൊള്ളുന്നു. വായനക്കാർ വിചാരിക്കരുത് അദ്ദേഹം പറയുന്നതെല്ലാം തെറ്റാണെന്ന്. വിശ്വാസികളെ, അവർ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആകട്ടെ, ഇരുത്തി ചിന്തിപ്പിക്കാനുതകുന്ന പല പരമാർത്ഥങ്ങളും ഇടമറുക് പറയുന്നുണ്ടെന്ന് സമ്മതിക്കുന്നു. അസീസി 1981 നവംബർ, പേജ് 335. ഇത്രയും കേൾക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന യുക്തിവാദികളോട് അദ്ദേഹത്തിന് മതിപ്പുണ്ടെന്ന് തോന്നാം. എന്നാൽ വാസ്തവം അതല്ല. ശാസ്ത്രവിജ്ഞാനത്തിന്റെയും യുക്തിചിന്തയുടെയും ആഞ്ഞടിയേറ്റ് തകർന്നുകൊണ്ടിരിക്കുന്ന മതത്തെ എങ്ങനെയും ഏത് തന്ത്രമുപയോഗിച്ചും നിലനിർത്തി ചൂഷണം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയ പുരോഹിത വൃന്ദത്തിന്റെ പ്രതിനിധിയാണ് ലൂക്ക്. അദ്ദേഹത്തിന്റെ തന്നെ ചില വാചകങ്ങൾ അത് തെളിയിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തെ അപഹാസ്യമാക്കുന്നു. എന്നാൽ അവയും മതവും തമ്മിൽ അടിസ്ഥാനപരമായി ബന്ധമൊന്നുമില്ലെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ലൂക്കിന്റെ പുസ്തകം പേജ് 11. പാതിരിയുടെ കെട്ടിലെ പൂച്ച ഇതാ പുറത്തു ചാടിയിരിക്കുന്നു. അന്ധവിശ്വാസം മാറ്റിയാൽ മതത്തിനകത്ത് എന്തെങ്കിലും ശേഷിക്കുമോ? ചില പ്രധാന അന്ധവിശ്വാസങ്ങൾ താഴെ കൊടുക്കുന്നു. 1. യഹോവയായ ദൈവം മണ്ണുകൊണ്ട് അദ്ദേഹത്തിന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായം 26-27 വാക്യങ്ങള്. 2-ാം അധ്യായം 7-ാം വാക്യം. 2. സൂര്യൻ ഉണ്ടാകുന്നതു മുമ്പ് ഭൂമിയുണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം നോക്കുക. 3. പാമ്പ് സംസാരിക്കും. ഉൽപ്പത്തി 3-ാം അധ്യായം 1-ാം വാക്യം. 4. സ്ത്രീകൾക്ക് പ്രസവവേദനയുണ്ടായത് ദൈവശാപം കൊണ്ടാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം 1-ാം വാക്യം. 5. ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിൽ ഇറങ്ങിവന്ന് മനുഷ്യന്റെ പുത്രിമാരെ ഭാര്യമാരായി സ്വീകരിച്ചു. ഉൽപ്പത്തി 4-ാം അധ്യായം 4-ാം വാക്യം. 6. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ള ഒരു കപ്പലിൽ നോഹ ലോകത്തിലുള്ള സർവ്വജീവജാലങ്ങളിൽ നിന്നും 2 വീതം കയറ്റി ജലപ്രളയകാലത്ത് അവയെ രക്ഷിച്ചു. ചുരുങ്ങിയത് 1600 സസ്തന ജീവികളും 12500 പക്ഷികളും 600 ഇഴജന്തുക്കളും 10 ലക്ഷത്തിലധികം ചെറുജീവികളും കീടങ്ങളും ലോകത്തിലുണ്ട്. അവ എല്ലാരിൽ നിന്നും 2 വീതം ഈ ചെറിയ കപ്പലിൽ കയറ്റിയെന്നാണ് വിശ്വാസം. ഉൽപ്പത്തി 7-ാം അധ്യായം നോക്കുക. 7. തിമിംഗലത്തിന്റെ വയറ്റിൽ ഒരു മനുഷ്യൻ 3 ദിവസം കഴിച്ചുകൂട്ടി. യോന. 8. പുരുഷസംബന്ധം കൂടാതെ കന്യക ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിച്ചു. മത്തായി 1-ാം അധ്യായം 18 മുതൽ 26 വരെ വാക്യങ്ങള്. 9. ഒരാൾക്ക് 2 പിതാക്കന്മാർ ഉണ്ടാകും. അതായത് മറിയത്തിന്റെ ഭർത്താവ്
ജോസഫിന്റെ അച്ഛൻ യാക്കോബാണെന്ന് മത്തായി 1:16 ഹേലിയാണെന്ന് ലൂക്കോസ് 3:24 കാണുന്നു. 10 ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് 3 വ്യക്തികളാണ്. ഏകനായ ദൈവത്തിന്റെ ഒരു ഭാഗം സ്വർഗത്തിലിരുന്നപ്പോൾ മറ്റൊരു ഭാഗം മറിയത്തിന്റെ പുത്രോൽപാദനം നടത്തി. ഏകനായ ദൈവത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇതിന്റെ ഫലമായി ജനിച്ചു. 11 മലയുടെ മുകളിൽ കയറി നിന്നാൽ ഉരുണ്ട ഭൂമിയുടെ എല്ലാ ഭാഗവും കാണാം. മത്തായി 4:8-9 പിശാച് മലയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ലോകം മുഴുവൻ കാണിച്ചതായി പറയുന്നു. 12 ദിവ്യശക്തി കൊണ്ട് വെള്ളത്തിന്റെ മീതെ നടക്കാം. മത്തായി 14:24-25 13 ഭൂമിക്ക് 4 കോണുണ്ട്. വെളിപാട് 7:1 14 ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. വെളിപാട് 6:12-14 15 ഗോതമ്പപ്പവും വീഞ്ഞും പച്ച ഇറച്ചിയും ചോരയുമായി മാറും. 16 മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വമുണ്ട്. 17 മനുഷ്യന് ശരീരം മാത്രമല്ല ആത്മാവുമുണ്ട്. മരണാനന്തരം അത് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ പോകും. 18 പ്രാർത്ഥിച്ചാൽ കേൾക്കുകയും പൊക്കിപ്പറഞ്ഞാൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട്. 19 ദൈവത്തിന് ബലി ഇഷ്ടമാണ്. 20 ക്രിസ്തു കുരിശിൽ മരിച്ചതുകൊണ്ട് മനുഷ്യരുടെ പാപം പോയി. 21 മനുഷ്യരൊക്കെ പാപികളായി ജനിക്കുന്നു. 22 മരിച്ചു ചിയഞ്ഞ ശരീരം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. 23 ലൂർദിലെ വെള്ളം കുടിച്ചാൽ രോഗം മാറും. 24 ദൈവത്തിന്റെ സന്ദേശവാഹകന്മാരായി മാലാഖമാർ എന്നൊരു തരം ജീവികളുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന ആയിരക്കണക്കിന് അന്ധവിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട 2 ഡസൻ അന്ധവിശ്വാസങ്ങളാണ് മുകളിൽ കൊടുത്തത്. ഇവയെല്ലാം ഉപേക്ഷിച്ചാൽ പിന്നെ ക്രിസ്തുമതം നിലനിൽക്കുമോ? ലൂക്കായുടെ വിശ്വാസങ്ങളൊക്കെ ശരിയായ വിശ്വാസങ്ങളും അല്ലാത്തതൊക്കെ അന്ധവിശ്വാസങ്ങളുമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് ഇത് വ്യക്തമാക്കുന്നു. മതത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾ മാറ്റിയാൽ മതമെന്നൊന്നും ഉണ്ടായിരിക്കുകയില്ല. കള്ള് കുടിക്കാൻ നല്ല പാനീയമാണെന്നും അതിൽ നിന്ന് ആൽക്കഹോളിന്റെ അംശം മാറ്റിയാൽ മതിയെന്നും പറയുന്നത് പോലെയാണ് ലൂക്കായുടെ അഭിപ്രായവും. കള്ളിലെ ആൽക്കഹോളിന്റെ അംശം മാറ്റിയാൽ അത് കള്ളല്ലാതാകും. അതുപോലെ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ മാറ്റിയാൽ മതങ്ങളും ഇല്ലാതാകും. സമ്മതമൊഴി 2 പാതിരിയും പിശാചും ബൈബിളും. റോമൻ കത്തോലിക്കാ സഭയുടെ വിശ്വാസപ്രമാണങ്ങൾക്കും ബൈബിളിന് എതിരായി പോലും ചില അവസരങ്ങളിൽ ലൂക്ക് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നു. അടുത്ത കാലത്ത് കേരളത്തിലെ യുക്തിവാദികളിൽ പ്രമുഖനായിരുന്ന ശ്രീ MC ജോസഫിന്റെ സ്വതന്ത്രചിന്ത എന്ന പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി. വന്ധ്യവയോധികനായ അദ്ദേഹം ഭൂതപ്രേതങ്ങൾ, ബാധ മുതലായവ വെറും മിഥ്യയാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. 40 കൊല്ലത്തോളം ധ്യാനപ്രസംഗം നടത്തിയ ഒരു കത്തോലിക്ക പുരോഹിതൻ എന്നോട് പറഞ്ഞു, യഥാർത്ഥ പിശാചുബാധ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. യുക്തിവാദിയും അച്ഛനും ഒരേ അഭിപ്രായം പറയുന്നു. ലൂക്കിന്റെ പുസ്തകം പേജ് 11. ഈ പ്രസ്താവനയ്ക്ക് താഴെ കൊടുക്കുന്ന വിധത്തിൽ ഒരു കുറിപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിശാചുക്കൾ ഇല്ലെന്നു വാദിക്കുന്ന ക്രൈസ്തവ പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പിശാചിന്റെ ആസ്തിക്യമല്ല. ലൂക്കിന്റെ പുസ്തകം പേജ് 87. എന്താണ് ഈ പ്രസ്താവനയുടെ അർത്ഥം? MC ജോസഫ് പറയുന്നതുപോലെ പിശാചുക്കൾ ഇല്ലെന്ന് ലൂക്കും സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബൈബിൾ കഥകൾക്കെന്താണ് പ്രസക്തി? സാത്താന്റെ പ്രലോഭനം കൊണ്ട് ഹവ്വ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു എന്നും അങ്ങനെ മനുഷ്യർ പാപികളായി എന്നും പറയുന്നത് തെറ്റായിരിക്കണമല്ലോ. അത് തെറ്റാണെങ്കിൽ പാപം പരിഹരിക്കാൻ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു എന്ന കഥയും തെറ്റാകും. യേശുവിനെ പിശാച് പരീക്ഷിക്കുന്നതായി പുതിയ നിയമ ബൈബിളിൽ കാണാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മത്തായി 4:5 പിന്നെ പിശാച് അവനെ അഥവാ യേശുവിനെ വിശുദ്ധനഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അതിർത്തിന്മേൽ നിർത്തി. മത്തായി 4:5 പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി. മത്തായി 4:8 ഇങ്ങനെ ലൂക്കായുടെ ദൈവമായ ക്രിസ്തു തന്നെ പിശാച് പറയുന്നതനുസരിച്ച് നടക്കുന്നതായി ബൈബിളിൽ കാണുന്നു. പിശാചുബാധ അന്ധവിശ്വാസമാണെന്ന് ലൂക്ക് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മതഗ്രന്ഥമായ ബൈബിളിൽ കാണുന്നത് അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാം. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായൊരു ഊമനെ അവന്റെ അതായത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. മത്തായി 9:32-33 അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അതായത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. മത്തായി 12:27 അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വരുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ചു. ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. മർക്കോസ് 9:25-26
ഒരിക്കൽ അവൻ അഥവാ യേശു ഊമയായൊരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബെയിൽസാബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നു പറഞ്ഞു. ലൂക്കോസ് 11:14-15. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. സാത്താൻ, ഭൂതം, പിശാച് തുടങ്ങിയവ ഉണ്ടെന്ന് ബൈബിളിന്റെ പഴയതും പുതിയതുമായ ഭാഗങ്ങളിൽ കാണാം. അതൊക്കെ തെറ്റാണെന്ന് ലൂക്ക് സമ്മതിക്കുമോ? കേരളത്തിലെ കത്തോലിക്ക പാതിരിമാർ വർഷങ്ങളായി നടത്തിവന്ന പിശാചു പിടുത്തങ്ങൾ അപ്പോൾ മനുഷ്യരെ കളിപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്ന തന്ത്രങ്ങളാണെന്ന് തുറന്നു പറയാമോ? ബൈബിളിൽ അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് എങ്കിൽ നേരെ ചൊവ്വെ പറഞ്ഞുകൂടെ? ബൈബിളിലെ പിശാചിന്റെ കഥകൾ തെറ്റാണെങ്കിൽ അതിലെ ദൈവത്തിന്റെ കഥയും തെറ്റായിക്കൂടെ? ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നടക്കുന്ന കറിസ്മാറ്റിക് ധ്യാനത്തെപ്പറ്റി കത്തോലിക്കരല്ലാത്തവർക്ക് അധികം അറിയാമെന്ന് തോന്നുന്നില്ല. 1967 മുതൽ കത്തോലിക്ക സഭയിൽ വന്ന ഒരു പുതിയ പ്രസ്ഥാനമാണ് കറിസ്മാറ്റിക് നവീകരണം. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് എന്ന സ്ഥലത്തുള്ള ഡെക്കൻ സർവകലാശാലയിലെ 2 പ്രൊഫസർമാരാണ് ഇതിന്റെ ആരംഭകർ. ധ്യാനവും കൂട്ടപ്രാർത്ഥനയുമായി ഇരിക്കുമ്പോൾ ഇവർക്ക് പരിശുദ്ധാത്മാവിന്റെ വരം ലഭിക്കുമെന്നും അപ്പോൾ മറുഭാഷ പറയാനും മറ്റും കഴിയുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അമേരിക്കയിലാരംഭിച്ച ഈ പ്രസ്ഥാനം കേരളത്തിലും ഇപ്പോൾ പടർന്നുപിടിച്ചിരിക്കുന്നു. ഇതേപ്പറ്റി ജിയോ കപ്പലുമാക്കൽ എന്നൊരു പാതിരിയും ഡോക്ടർ CW മാത്യുവും കൂടി എഴുതിയ ഒരു ലേഖനം റോമൻ കത്തോലിക്കരുടെ തന്നെ പ്രസിദ്ധീകരണമായ ഓശാന മാസികയിൽ വന്നിരുന്നു. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കാം. പരിശുദ്ധ റൂഹായുടെ നേരിട്ടുള്ള പ്രവർത്തനവേദിയായി ഈ ധ്യാനം ചിത്രീകരിക്കാനുള്ള തത്രപ്പാട് ചില കേന്ദ്രങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. മാത്രവുമല്ല പുത്തൻ അനുഷ്ഠാനങ്ങൾ ആവിഷ്കരിച്ച് പ്രയോഗിക്കുവാനും ധ്യാനകരിലെ അത്ഭുതവീചികളെ സൃഷ്ടിക്കുവാനും പലരും ശ്രമിക്കുകയാണ്. അദ്ദേഹം ശിരസിൽ കൈവച്ചപ്പോൾ എനിക്ക് റൂഹായുടെ ആവേശം അനുഭവപ്പെട്ടു. ഉള്ളങ്കാല മുതൽ മുകളിലേക്ക് എന്തോ തരിപ്പോ മരപ്പോ പിരുപിരുപ്പോ പോലെ ആയിരുന്നു എന്ന് പറയുന്ന ചില കരിസ്മാറ്റിക്കുകളെ കണ്ടിട്ടുണ്ട്. മറ്റു ചിലർക്ക് കൈവെപ്പ് സമയത്ത് എന്തോ പുളഞ്ഞുകയറുന്നതുപോലെയുള്ള അനുഭവമാണ്. ഓശാന 1982 ജൂലൈ ലക്കം പേജ് 22-23. ധ്യാനഗുരുവായ പാതിരി തലയിൽ കൈവയ്ക്കുമ്പോൾ വളഞ്ഞോ പുളഞ്ഞോ പിരുപിരുപ്പായോ കയറുന്ന റൂഹ എന്താണ്? തലയോട്ടിയും അസ്ഥിക്കഷണങ്ങളും വെച്ച് ധ്യാനപ്രസംഗം നടത്തിയിരുന്ന ധ്യാനഗുരുക്കളും കേരളത്തിലുണ്ടായിരുന്നു. ഇവരൊക്കെ പിശാചിനെ ഓടിക്കലും ബാധയൊഴിപ്പിക്കലും നടത്തുന്നുണ്ട്. ഇതൊക്കെ സഭക്കകത്ത് നടക്കുന്നത് പുറത്തുള്ളവർ അറിയുന്നില്ലെന്നായിരിക്കും ലൂക്ക പാതിരിയുടെ വിചാരം. ഇത്തരം പിശാച് പിടുത്തവും റൂഹായുടെ വളഞ്ഞുപുളഞ്ഞുള്ള കയറ്റവും തെറ്റാണെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് ലൂക്ക പാതിരി ശബ്ദമുയർത്തുന്നില്ല? എന്നെ പുലഭ്യം പറയാൻ ഉപയോഗിച്ചതിന്റെ 1001 സമയം അതിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അതൊക്കെ നിലനിർത്തുകയും ചൂഷണം തുടരുകയുമാണ് മറ്റേത് പാതിരിയുടെയും എന്നതുപോലെ ലൂക്ക പാതിരിയുടെയും ലക്ഷ്യം. സമ്മതമൊഴി 3. വേളാങ്കണ്ണി മാതാവെന്ന തട്ടിപ്പ്. തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി ദേവാലയം തട്ടിപ്പിന്റെയും ചൂഷണത്തിന്റെയും ഒരു വലിയ കേന്ദ്രമാണ്. അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി കേരളത്തിലെ കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളിൽ പലപ്പോഴും ലേഖനങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. വേളാങ്കണ്ണി മാതാവിന്റെ അത്ഭുതശക്തികളെപ്പറ്റി പുരോഹിതന്മാർ പ്രസംഗിക്കുന്നതും പതിവാണ്. കത്തോലിക്ക സഭ നടത്തുന്ന നിരവധി തട്ടിപ്പുകളിൽ ഒന്നാണിതെന്ന് സാമാന്യബോധമുള്ളവർക്കൊക്കെ അറിയാം. ലൂക്കും വേളാങ്കണ്ണിയിലെ അത്ഭുതങ്ങളുടെ കഥ തള്ളിക്കളയുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ ലേഖകൻ തമിഴ്നാട്ടിലായിരുന്നപ്പോൾ അണ്ണൈ വേളാങ്കണ്ണി അഥവാ വേളാങ്കണ്ണി മാതാവ് എന്ന ചലച്ചിത്രം കണ്ടു. അതിൽ ചിത്രീകരിച്ചിട്ടുള്ള അത്ഭുത സംഭവങ്ങൾ പരിഹാസ്യമാം വിധം ബാലിശങ്ങളാകുന്നു. മലയാളത്തിൽ ജീസസ് എന്നൊരു ചിത്രം വന്നല്ലോ. കലാപരമായി ഒട്ടും മെച്ചമല്ലാത്ത ആ ചിത്രം കാണാൻ ക്രൈസ്തവർ തടിച്ചുകൂടി. ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന യുക്തിവാദികളുടെ മുമ്പിൽ നാം പരിഹാസ്യരാകുന്നെങ്കിൽ അതിൽ അത്ഭുതമില്ല. ലൂക്കിന്റെ പുസ്തകം പേജ് 11. വേളാങ്കണ്ണി മാതാവിന്റെ പേരിൽ എത്രയോ കാലമായി കത്തോലിക്കർ ചൂഷണം നടത്തിവരുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ വേളാങ്കണ്ണി മാതാവിന്റെ പ്രത്യേക പ്രതിഷ്ഠകൾ പുരോഹിതർ നടത്തിവരുന്നതായി അറിയുന്നു. ഈ ഹിസ്റ്റീരിയ വരുന്നതിനു മുമ്പ് ഫാത്തിമ മാതാവ് എന്ന പേരിൽ വിഗ്രഹം എഴുന്നള്ളിച്ച് പള്ളികൾ കുറേയേറെ പണമുണ്ടാക്കി. വേളാങ്കണ്ണി മാതാവും ഫാത്തിമ മാതാവും മണർക്കാട്ടമ്മയും കുറവിലങ്ങാട്ട് മുത്തിയുമൊക്കെ ക്രിസ്തുവിന്റെ അമ്മയായ കന്യകമറിയം തന്നെയാണെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ പുതിയ പേരുകളിൽ എന്തിന് ഈ ഹിസ്റ്റീരിയകൾ സൃഷ്ടിക്കുന്നു? ചൂഷണം മാത്രമാണ് അതിന്റെ ഉദ്ദേശം. അതിനൊന്നും എതിരായി ലൂക്ക് ഒരിക്കലും ശബ്ദിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായി കേരളത്തിലെ സാംസ്കാരിക ചലനങ്ങളെ ശ്രദ്ധയോടെ പഠിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. കത്തോലിക്ക സഭയിലെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരായി സംസാരിച്ചിട്ടുള്ള പലരെയും എനിക്കറിയാം. ഇങ്ങനെയൊരു ലൂക്കായി ഞാൻ കേട്ടിട്ടില്ല. മൗനമായി പള്ളിയിലിരുന്ന് ചൂഷണത്തിന്റെ പങ്കുപറ്റിക്കഴിഞ്ഞിരുന്ന ഒരു പുരോഹിതൻ തന്റെ സുരക്ഷിതത്വത്തിന്റെ നെടുങ്കോട്ടയായ ക്രിസ്തുമതത്തിന് തകർച്ചയുണ്ടാകുമെന്ന് തോന്നിയപ്പോൾ ചാടി രംഗത്ത് വന്നതാണെന്നാണ് ഇതിനർത്ഥം. കത്തോലിക്ക സഭക്കകത്തുനിന്നും ഉയർന്നു തുടങ്ങിയിരിക്കുന്ന എതിർപ്പുകളെ ശാന്തമാക്കാൻ അന്ധവിശ്വാസ വിരുദ്ധ വേഷം കെട്ടുന്നുവെന്ന് മാത്രമേ ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് അർത്ഥമുള്ളൂ.
സമ്മതമൊഴി 4 ടൂറിനിലെ ശവക്കച്ച കള്ളമാണെന്ന്. യേശുക്രിസ്തുവിനെ കുരിശിൽ നിന്നും ഇറക്കിയപ്പോൾ ഒരു ശവക്കച്ച കൊണ്ട് പൊതിഞ്ഞുവെന്നും അതിൽ അദ്ദേഹത്തിന്റെ രൂപം പതിഞ്ഞിട്ടുണ്ടെന്നും കത്തോലിക്കർ വാദിക്കുന്നു. ഇറ്റലിയിലെ ടൂറിൻ നഗരത്തിലിരിക്കുന്ന ആ പെയിന്റ് ചെയ്ത തുണിയാണ് ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായി ചിലർ ഉയർത്തിപ്പിടിക്കുന്നത്. ലൂക്ക് ഏതായാലും അത് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ടൂറിനിലെ ശവക്കച്ചയെക്കുറിച്ച് ഇടമറുക് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ശവക്കച്ചയ്ക്ക് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധമൊന്നുമില്ലെന്ന് നാം അറിഞ്ഞിരിക്കണം. അത് യഥാർത്ഥമല്ലെന്ന് വാദിക്കുന്ന ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ട്. ലൂക്കിന്റെ പുസ്തകം പേജ് 12. മാതൃഭൂമി വാരാന്തപ്പതിപ്പിൽ ഈ ശവക്കച്ചയെക്കുറിച്ചു ഞാനും ചില വിശ്വാസികളുമായി നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ലൂക്കിന് ആത്മാർത്ഥയുണ്ടായിരുന്നെങ്കിൽ അന്ന് ടൂറിനിലെ ശവക്കച്ചയ്ക്ക് കത്തോലിക്ക മതവിശ്വാസവുമായി ബന്ധമില്ലെന്ന് തുറന്നെഴുതുമായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഈ അന്ധവിശ്വാസത്തിനെതിരായി എന്നെങ്കിലും ഇതിനു മുമ്പ് എവിടെയെങ്കിലും എഴുതാൻ അദ്ദേഹം ധൈര്യപ്പെട്ടിട്ടുണ്ടോ? സമ്മതമൊഴി 5 ആദാമിന്റെ ശവകുടീരം. യേശുവിനെപ്പറ്റിയുള്ള കെട്ടുകഥകൾ മാത്രമല്ല യെരുശലേമിലുള്ളത്. ആദാമിന്റെ ചാപ്പൽ എന്ന് പറയുന്ന ഒരു ഗുഹ അവിടെയുണ്ട്. അതും ലൂക്ക് സമ്മതിക്കുന്നു. യെരുസലേമിൽ ആദാമിന്റെ ചാപ്പൽ എന്നുപേരുള്ള ഗുഹയുടെ കാര്യം ഇടമറുക് പറയുന്നുണ്ട്. അത് ആദിമ മനുഷ്യന്റെ ശവകുടീരമാണെന്നാണ് പാരമ്പര്യവിശ്വാസം. ലൂക്കിന്റെ പുസ്തകം പേജ് 12. യഹൂദ ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസമനുസരിച്ച് ആദാമാണ് ആദ്യത്തെ മനുഷ്യൻ. ബൈബിൾ പ്രകാരം BCE 4004 ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന് എത്രയോ 1000 വർഷങ്ങൾക്കു മുമ്പ് മനുഷ്യൻ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം വിശ്വാസികൾ ഓർക്കാറില്ല. ആദാം സെമിറ്റിക് വർഗ്ഗക്കാരുടെ സൃഷ്ടികതയിലെ നായകനാണ്. അന്ന് പ്രാകൃതരായിരുന്ന സെമിറ്റിക് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുണ്ടായ ഒരു സങ്കല്പം. ആ സങ്കല്പ കഥാപാത്രത്തിനും ഒരു ശവകുടീരം ഉണ്ടാക്കിവെക്കാൻ യെരുശലേമിലെ പുരോഹിതന്മാർ മടിച്ചില്ല. ആദാമിന്റെ ശവകുടീരത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞ ലൂക്ക അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന എന്റെ പ്രസ്താവനയെ സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞു. ആ പ്രസ്താവന എങ്ങനെയാണ്? എന്റെ സങ്കല്പങ്ങളെയാകെ തകർത്തുകളഞ്ഞത് യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോഴാണ്. യെരുശലേം നഗരത്തിന് വെളിയിലുള്ള കാൽവരി മലയാണല്ലോ പീഡാനുഭവങ്ങളുടെ കേന്ദ്രം. പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് കുരിശും വഹിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിന്റെ യാത്രയെപ്പറ്റി, അതിനിടയിൽ അദ്ദേഹം അനുഭവിച്ച വേദനയെപ്പറ്റി എത്ര കവിതകളാണ് വർണ്ണിച്ചെഴുതിയിട്ടുള്ളത്. കല്ലും മുള്ളും പാറക്കെട്ടുകളും നിറഞ്ഞ ദുർഘടമായ ഒരു മലയാണ് കാൽവരിയെന്നാണ് പുരോഹിതന്മാർ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ആ മല കണ്ടപ്പോൾ എന്റെ സങ്കല്പം തകർന്നുപോയി. 15 അടി കഷ്ടിച്ചേരം വരുന്ന ഒരു തട്ട്, അതും ഒരു ബസ്ലിക്കകത്ത്. എനിക്ക് അത്ഭുതം തോന്നി. ക്രിസ്തു കുരിശുമേന്തി യാത്ര ചെയ്തു എന്ന് പറയപ്പെടുന്ന വിലാപവീതി കഷ്ടിച്ചു 4-5 ഫർലോങ്ങാണ്. 1-ാം പതിപ്പ് പേജ് 2, 22. യെരുശലേമിൽ പോയിട്ടുള്ള ലൂക്കിനും ഈ കാൽവരി അത്ഭുതമുണ്ടാക്കിയിരിക്കാം. ഏതായാലും സൗകര്യപൂർവ്വം അദ്ദേഹം അത് മറച്ചുവെച്ചു. സമ്മതമൊഴി 6 തിരുശേഷിപ്പുകൾ. തിരുശേഷിപ്പുകൾ കൊണ്ട് പണമുണ്ടാക്കുന്ന കാര്യത്തിൽ കത്തോലിക്കാ സഭ മറ്റാരേക്കാളും മുമ്പിലാണ്. ഗോവയിൽ ഫ്രാൻസിസ് സേവ്യറിന്റെ ശവം ഉണക്കിവെച്ചു കാണിക്കുന്നതും തോമാശ്ലീഹായുടേതാണെന്നു പറഞ്ഞ് തലയോട്ടിവെച്ചു ദർശനം നടത്തുന്നതും അവരാണ്. ടൂറിനിൽ ശവക്കച്ചയുടെ പേരിൽ അവർ കാശുണ്ടാക്കുന്നു. ഒരിടത്ത് യേശുവിന്റെ ലിംഗാഗ്രത്തിലെ തൊലിയാണെന്ന് പറഞ്ഞ് അല്പം ഉണക്കത്തൊലി വെച്ച് വണങ്ങുന്നു. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. ഇതൊക്കെ തെറ്റാണെന്ന് ലൂക്ക് സമ്മതിക്കുന്നു. തിരുശേഷിപ്പുകൾ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമല്ലെന്നും നാം ഓർക്കണം. ലൂക്കിന്റെ പുസ്തകം പേജ് 12. ഇങ്ങനെ തിരുശേഷിപ്പുകളെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും യെരുശലേമിൽ നടക്കുന്ന തിരുശേഷിപ്പുകളുടെ ക്രയവിക്രയ കഥ ഊതിവീർപ്പിച്ചതാണെന്ന് ലൂക്ക് പറയുന്നു. ഒരു വർഷം യെരുശലേമിലെ ഹീബ്രു സർവകലാശാലയിൽ പഠിച്ച ഒരു സ്നേഹിതനോട് ചോദിച്ചിട്ട് അദ്ദേഹവും ഇത്തരം വ്യാപാരം കണ്ടില്ലെന്ന് പറഞ്ഞുപോലും. ഏതായാലും കുരിശിന്റെ കഷണങ്ങളും മറിയത്തിന്റെ വസ്ത്രശകലങ്ങളും വിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. അതുകണ്ട മറ്റൊരാൾ ആ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്തോമ്മ വലിയ മെത്രാപ്പോലിത്തായുടെ പിതൃസഹോദരീ പുത്രനും ആ സഭയിലെ ഒരു മിഷണറി പട്ടക്കാരനുമായിരുന്ന റവറണ്ട് ഡോക്ടർ യശ്വർദാസ് സാമ്യുവൽ BA LTH LCPSും ഈ തിരുശേഷിപ്പ് വിൽപ്പന കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, 10 വർഷം മുമ്പ് പാലസ്തീൻ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി. 2 ക്രൈസ്തവ സഭകൾ യേശുവിന്റേതാണെന്ന് അവകാശപ്പെടുന്ന 2 ശവക്കല്ലറകൾ എന്നെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടി. ഒരു പുരോഹിതൻ യേശുവിനെ തറച്ചു കൊന്ന കുരിശിന്റെ കഷ്ണം എനിക്ക് വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞു. സമ്മതമൊഴി 7 മതവും ക്രൂരകൃത്യങ്ങളും. മതങ്ങളെല്ലാം മനുഷ്യവർഗത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. ഈ യാഥാർത്ഥ്യവും ലൂക്ക അംഗീകരിക്കുന്നു. യൂറോപ്യന്മാർ പേരിൽ ക്രൈസ്തവരാകുന്നു. പക്ഷേ 2 ലോകമഹായുദ്ധങ്ങൾക്കും കാരണക്കാർ അവരത്രേ. അവർ 3-ാം ലോകനിവാസികളെ ചൂഷണം ചെയ്യുന്നു. ഉത്തരേന്ത്യയിലെ സവർണ ഹിന്ദുക്കൾ ഗോവധം നടത്തുകയില്ല. എന്നാൽ ഹരിജനങ്ങളെയും ആദിവാസികളെയും ജീവനോടെ ചുട്ടുദഹിപ്പിക്കുന്നതിന് അവർക്ക് മടിയില്ല.
ലൂക്കിന്റെ പുസ്തകം പേജ് 13. ഇത്രയും സമ്മതിക്കുന്ന ആൾ തന്നെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതവും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞതും. മതം കൊണ്ട് മനുഷ്യർ നന്നാവുകയില്ലെന്നും കൂടി ലൂക്കിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ തെളിയുന്നു. മതം മനുഷ്യനെ നന്നാക്കുമായിരുന്നെങ്കിൽ ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ നടക്കുമായിരുന്നില്ല. കുരിശുയുദ്ധങ്ങളും വർഗീയ ലഹളകളും സംഭവിക്കുമായിരുന്നില്ല. ലൂക്ക് ജീവിക്കുന്ന കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ മതം മാറിയ ഹരിജനങ്ങളെ ഇന്നും താഴ്ന്ന ജാതിക്കാരായിട്ടാണ് ഗണിക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ഉയർച്ചതാഴ്ചകളുള്ള ജാതിസമ്പ്രദായം നിലനിൽക്കുന്നു. യുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിനാളുകളെ കൊന്നു എന്ന് മാത്രമല്ല, കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും മതം പിന്നിലല്ല. കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടുകിടക്കുന്ന കുറ്റവാളികളുടെ കണക്കെടുത്തു നോക്കുക. അവരിൽ 90% വിശ്വാസികളാണെന്ന് കാണാം. മതം മനുഷ്യനെ നന്നാക്കുന്നില്ലെന്നു മാത്രമല്ല, ക്രൂരകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിനു വേണ്ടി കാഫറിനെ കൊന്നാൽ പുണ്യം കിട്ടുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തുകൊണ്ട് ചണ്ടാളനായി ജനിച്ചവൻ പീഡനങ്ങൾ സഹിക്കേണ്ടതാണെന്ന് സവർണ ഹിന്ദു കരുതുന്നു. മ്ലേച്ഛനായ മുസ്ലിമിനെ കൊന്നാൽ തെറ്റില്ലെന്ന് സനാതന ഹിന്ദുവും വിശ്വസിക്കുന്നു. ഈ മതങ്ങൾ നശിക്കാതെ എങ്ങനെ മനുഷ്യർ നന്നാകും? ഇതിന് ലൂക്കിന് എന്തു മറുപടിയാണ് പറയാനുള്ളത്? സമ്മതമൊഴി 8. കുരിശും ദണ്ഡനത്തടിയും ലിംഗാരാധനയും. പുതിയ നിയമ ബൈബിളിന്റെ മൂലത്തിൽ കുരിശ് എന്ന് അർത്ഥം വരുന്ന പദമില്ലെന്നും പിൽക്കാലത്ത് കുരിശിനെ ആരാധിക്കാൻ ക്രിസ്ത്യാനികൾ തുടങ്ങിയതിനു ശേഷമാണ് കുരിശ് അഥവാ ക്രോസ് എന്ന് ആ പദം തർജ്ജമ ചെയ്തതെന്നും ഞാൻ പറഞ്ഞിരുന്നു. ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ഹോളി സ്ക്രിപ്ചേഴ്സ് എന്ന ബൈബിളിൽ നിന്നും അതിന് തെളിവും ഞാൻ ഉദ്ധരിക്കുന്നു. അത് ലൂക്കിന് ഒട്ടും രസിച്ചില്ല. ആ തർജ്ജമ പ്രാമാണികമല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളി. പേജ് 34. എന്തുകൊണ്ട് പ്രാമാണികമല്ലെന്ന് പറയാൻ പാതിരിക്ക് തെളിവുകളില്ല. കത്തോലിക്ക മെത്രാന്റെ ഇംപ്രിമാത്തൂർ ഇല്ലാത്തത് ഒന്നും അദ്ദേഹത്തിന് പ്രാമാണികമല്ല. സഭയുടെ കൂലിയെഴുത്തുകാർ പടച്ചുവെക്കുന്ന കള്ളച്ചരിത്രങ്ങളൊഴിച്ച് എന്തെങ്കിലും പാതിരി അംഗീകരിക്കുന്നതെങ്ങനെ? പക്ഷേ തർജ്ജമ പ്രാമാണികമല്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ തർജ്ജമ അംഗീകരിക്കുന്നു. ലൂക്ക് പറയുന്നു, ബൈബിൾ പണ്ഡിതന്മാർ ഒരിക്കലും അംഗീകരിക്കുകയില്ലാത്ത ഒരു തർജ്ജമയെ അടിസ്ഥാനമാക്കി ഇടമറുക് വാദം നടത്തുന്നു. ഹോമർ കാവ്യങ്ങളിൽ കാണാം സ്റ്റോറസ് എന്ന പദം. ക്ലാസിക്കൽ ഗ്രീക്കിൽ പ്രസ്തുത പദത്തിനുള്ള അർത്ഥങ്ങൾ താഴെ പറയുന്നു. 1. An upright pale or stake. 2. Piles driven into the earth to serve as foundation. റോമാക്കാർ T ആകൃതിയിലുള്ള കഴുമരത്തെ ക്രക്സ് എന്ന് വിളിച്ചിരുന്നു. അങ്ങനെയാണ് ഗ്രീക്ക് പുതിയ നിയമത്തിലെ സ്റ്റോറസ് കുരിശായത്. പേജ് 34. ഗ്രീക്ക് പുതിയ നിയമത്തിൽ കുരിശ് എന്നല്ല പദപ്രയോഗമെന്നും ഉയർത്തിനിർത്തിയിരിക്കുന്ന തടി എന്നാണ് അതിന് അർത്ഥമെന്ന് നിഘണ്ടു ഉദ്ധരിച്ചുകൊണ്ട് ലൂക്കും പറയുന്നു. T ആകൃതിയിലുള്ള ചിഹ്നം ലിംഗാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. കുരിശ് സൂര്യാരാധനയുമായും. ബൈബിൾ ഗ്രീക്കിൽ നിന്ന് തർജ്ജമ ചെയ്യുമ്പോൾ മാത്രമേ കുരിശ് എന്നർത്ഥമായ പദവും ആ ചിഹ്നവും ക്രിസ്തുമതത്തിൽ വരുന്നുള്ളൂ എന്നാണ് എന്റെ വാദം. വളച്ചുകെട്ടിയാണെങ്കിലും ലൂക്ക് അത് അംഗീകരിച്ചു കാണുന്നതിൽ സന്തോഷമുണ്ട്. സമ്മതമൊഴി 9. താമൂസും പീഡനങ്ങളും. ബാബിലോണിയരുടെ ദൈവമായ താമൂസിന്റെ കഥയും ക്രിസ്തു എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടിക്ക് സഹായിച്ചിട്ടുണ്ടെന്നും താമൂസ് എന്ന പേരാണ് തോമസ് ആയതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതിന് നേരെ ചൊവ്വേ ഉത്തരം പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് താമൂസ് എന്ന പേരിന്റെ ഉച്ചാരണ വ്യത്യാസം, പൂർവചരിത്രം തുടങ്ങി കുറേയേറെ കാര്യങ്ങൾ ലൂക്ക പാതിരി വിവരിക്കുന്നുണ്ട്. ഈ ദൈവസങ്കല്പത്തെപ്പറ്റിയും ബാബിലോണിയൻ അസ്സിറിയൻ പുരാണങ്ങളെപ്പറ്റിയും ആധികാരികങ്ങളായ നിരവധി പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുണ്ടെങ്കിലും അതിൽ പലതിനെയും അവഗണിച്ചിട്ട് മറ്റു ചില ഭാഷകളിലുള്ള കൃതികൾ റഫറൻസിനായി കൊടുത്തിരിക്കുന്നു. കുർബാനയ്ക്ക് ലത്തീനും സുറിയാനിയും ഉപയോഗിച്ച് ശതാബ്ദങ്ങളോളം മനുഷ്യരെ തട്ടിച്ച പുരോഹിത വർഗത്തിന്റെ ആധുനിക പ്രതിനിധിയും ആ വർഗസ്വഭാവം തന്നെ കാണിക്കുന്നു. ഇസ്താർ എന്ന് എന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന ദേവിയുടെ പേര് മനഃപൂർവ്വം ഇനാന എന്നാക്കിയിട്ടുണ്ട് പാതിരി. എന്നിട്ട് കുറിപ്പിൽ ഇങ്ങനെ കൂടി പറഞ്ഞു, അത് ആരും തന്നെ വായിക്കരുതെന്ന ഉദ്ദേശത്തോടെ തയ്യാറാക്കിയതാണ്. അക്കേഡിയൻ ഭാഷയിൽ ഇഷ്ടാർ എന്നും പറയും. ഇങ്ങനെ തകിടും മറിച്ചിലും പാണ്ഡിത്യക്കസത്വം നടത്തിയെങ്കിലും ഒരു കാര്യം സമ്മതിച്ചു. ഡ്യൂമൂസിയുടെ, അതായത് താമൂസിന്റെ പീഡകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ശരിതന്നെ. പേജ് 37. ക്രിസ്തുവിന്റെ പീഡാനുഭവകഥ രചിക്കപ്പെടുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്കു മുമ്പ് താമൂസ് ദേവന്റെ പീഡാനുഭവകഥകൾ എഴുതപ്പെട്ടിരുന്നു. താമൂസ് കന്യകയിൽ നിന്ന് ജനിച്ചു എന്നാണ് വിശ്വാസമെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ലൂക്ക് പറയുന്നു. എന്നാൽ ഇസ്താറിന്റെ പുത്രനാണ് താമൂസെന്ന് സുമേരിയൻ പുരാണങ്ങളിൽ കാണാം. ഇസ്താർ സ്വർഗീയ കന്യകയാണെന്ന് പറയുന്നുമുണ്ട്. സമ്മതമൊഴി 10. ക്രിസ്മസും ഡിസംബർ 25. ഇപ്പോൾ ലോകത്തിലെ ക്രിസ്ത്യാനികൾ ഡിസംബർ 25 തീയതിയാണ്
ക്രിസ്തുവിന്റെ ജനനദിവസമാണെന്ന് പറഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അത് മിത്രദേവന്റെ ജനനത്തിരുനാളായിരുന്നെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതും പാതിരി സമ്മതിക്കുന്നു. ഡിസംബർ 25 തീയതിയാണ് മിത്രന്റെ ജനനത്തിരുനാൾ ആഘോഷിച്ചിരുന്നത്. ക്രിസ്തുമതവും മിത്രമതവുമായി പല സാമ്യങ്ങളുമുണ്ട്. ലൂക്കിന്റെ പുസ്തകം പേജ് 40. ഇത്രയും സമ്മതിച്ചു കഴിഞ്ഞിട്ട് പാതിരി ഒരു ഉരുണ്ടുകളി നടത്തുന്നു. ഒരു കാര്യം വായനക്കാർ ഓർത്തിരിക്കണം. യഹൂദരുടെ മധ്യേ അഥവാ പാലസ്തീനിലായിരുന്നല്ലോ ക്രിസ്തുമതം രൂപം കൊണ്ടത്. അവിടെ മിത്രമതം അജ്ഞാതമായിരുന്നു. യഹൂദർ മിത്രാരാധകരായിരുന്നെന്ന് ഇടമറുക് പറയുകയില്ലല്ലോ. പുതിയ നിയമരചയിതാക്കൾ മിത്രമതവുമായി പരിചയമുള്ളവരായിരുന്നില്ല. ഇതുകേട്ടാൽ തോന്നും ക്രിസ്മസിനെപ്പറ്റി പുതിയ നിയമത്തിൽ എന്തോ വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന്. മിത്രാരാധന നിലവിലിരുന്ന ഗ്രീസിൽ നിന്നും പേർഷ്യയിൽ നിന്നുമാണ് ക്രിസ്ത്യാനികൾ 4-ാം ശതകത്തിൽ ക്രിസ്മസ് ആചാരം കടമെടുത്തത്. ക്രിസ്തുമതം ആ പേരിനർഹമായിത്തീരുന്നതും പാലസ്തീനിലല്ല, ഗ്രീസിലും ടർക്കിയിലും സിറിയയിലുമാണ്. ഈ വസ്തുത പാതിരി മറന്നുപോയതായിരിക്കാം. സമ്മതമൊഴി 11. കാശ്മീരിലെ കല്ലറ. ക്രിസ്തു കാശ്മീരിൽ വന്നെന്നും അവിടെ ഒരു കല്യാണം കഴിച്ചു ജീവിച്ചെന്നും ശ്രീനഗറിൽ അടക്കപ്പെട്ടുവെന്നും അഹമ്മദിയ മതക്കാർ പ്രചരിപ്പിക്കുന്ന കഥ ഇപ്പോൾ ചില ക്രിസ്ത്യാനികളും അംഗീകരിച്ചു കാണുന്നു. ലൂക്ക് അതിനെ നിഷേധിക്കുന്നു. അദ്ദേഹം പറയുന്നു, ക്രിസ്തു കാശ്മീരിൽ വന്നെന്നും അവിടത്തെ കല്ലറ കാശ്മീരിലുണ്ടെന്നും മറ്റുമുള്ള മഡേൻ സിദ്ധാന്തങ്ങൾ നമ്മുടെ ഗ്രന്ഥകാരൻ തിരസ്കരിക്കുന്നുണ്ട്. പ്രസ്തുത അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. പേജ് 76. സമ്മതമൊഴി 12. ക്രിസ്തുവിനെപ്പറ്റി സമകാലിക രേഖയില്ല. യേശുക്രിസ്തു ജീവിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്ന കാലത്ത് ആരെങ്കിലും അദ്ദേഹത്തെപ്പറ്റി എഴുതിയ ഒരു രേഖ പോലുമില്ലെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതും ലൂക്ക് സമ്മതിക്കുന്നു. ബുദ്ധൻ, മഹാവീരൻ, സോറാവോസ്റ്റർ തുടങ്ങിയവരുടെ കാര്യത്തിലെന്ന പോലെ ക്രിസ്തുവിന്റെ കാര്യത്തിലും സമകാലീന രേഖകളില്ല. റോമൻ അധികാരികളെ സംബന്ധിച്ചിടത്തോളം വിദൂരസ്ഥമായ ഒരു കോളനിയിലെ നിവാസിയായിരുന്നു ക്രിസ്തു. ആ വ്യക്തിയെ ഗവർണർ പീലാത്തോസ് മരണത്തിനു വിധിച്ചെന്ന വസ്തുത അവർക്ക് ഒട്ടും തന്നെ പ്രധാനപ്പെട്ടതായിരുന്നില്ല. തന്നിമിത്തമാണ് റോമൻ സാമ്രാജ്യരേഖകൾ ക്രിസ്തുവിന്റെ കാര്യം സൂചിപ്പിക്കാത്തത്. ലൂക്ക് പേജ് 81. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ വാദഗതി ശരിയാണെന്ന് തോന്നാം. പക്ഷേ അത്ര അപ്രധാനനായി ജനിച്ച ഒരാളായിട്ടല്ല ബൈബിളിൽ യേശുവിനെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ജനിച്ച സമയത്ത് കിഴക്ക് ഒരു നക്ഷത്രം തന്നെ ഉദിച്ചു. അത് കണ്ടിട്ട് 3 വിദ്വാൻമാർ ബേത്ലഹേമിൽ ചെന്ന് ശിശുവിനെ വന്ദിക്കുന്നു. അവിടത്തെ രാജാവായ ഹെരോദാവ് വിവരമറിഞ്ഞു ഭയപ്പെടുകയും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയെല്ലാം കൊല്ലുകയും ചെയ്തു. യേശു മരിച്ചപ്പോൾ പകൽ സമയദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ഇതിനൊക്കെ പുറമെ യേശുതന്നെ ഉയർത്തെഴുന്നേറ്റു. ഈ സംഭവങ്ങളിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് പാലസ്തീനിലും സമീപ പ്രദേശങ്ങളിലും ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരിൽ ആരെങ്കിലും അത് രേഖപ്പെടുത്തുമായിരുന്നു. വാനശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ആളുകളുണ്ടായിട്ടും ഒരു പുതിയ നക്ഷത്രം ഉദിച്ചിട്ട് ആ വിവരം രേഖപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഒരു രാജാവ് തന്റെ രാജ്യത്തിലെ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുഴുവൻ കൊന്നാൽ അതും ഒരു നിസ്സാര സംഭവമായി കണക്കാക്കാമോ? പകൽ സമയത്ത് ഏതാനും മണിക്കൂർ നേരത്തേക്ക് ഇരുട്ടുണ്ടായാൽ അതും നിസ്സാര സംഭവമായി കരുതുമോ? ഒന്നുകിൽ ബൈബിളിൽ പറയുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് പറയേണ്ടിവരും. ബൈബിൾ ശരിയാണെങ്കിൽ ക്രിസ്തുവിന്റെ ജനനവും മരണവും നിസ്സാര സംഭവമൊന്നുമായിരുന്നില്ല. ഇത്രയേറെ ഒച്ചപ്പാടോടെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയോ നക്ഷത്രോദയം, ശിശുഹത്യ, പകലിരുട്ട്, ഉയിർപ്പ് തുടങ്ങിയവ സംബന്ധിച്ചോ ആരും ഒന്നും എഴുതാതെ വരികയില്ല. അക്കാലത്തും തൊട്ടടുത്ത കാലങ്ങളിലും പല ചരിത്രകാരന്മാരും അവിടെ അടുത്ത പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നു എന്നും കൂടി ഓർക്കണം. സമ്മതമൊഴി 13. സുവിശേഷങ്ങളെഴുതിയത് ശിഷ്യന്മാരല്ല. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും കരുതുന്നത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ തന്നെ അദ്ദേഹത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിവച്ചിരുന്നുവെന്നും അതാണ് സുവിശേഷങ്ങളെന്നുമാണ്. അത് ശരിയല്ലെന്നും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് പറയപ്പെടുന്നവരിൽ ആരും തന്നെ സുവിശേഷങ്ങൾ എഴുതിയിട്ടില്ലെന്നും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നല്ലോ. ഇക്കാര്യവും ലൂക്ക് സമ്മതിക്കുന്നു. 1-ാം തലമുറയിൽപ്പെട്ട വിശ്വാസികൾ മരിച്ചതിനുശേഷം പാരമ്പര്യം വരമൊഴിയിലാക്കി. അങ്ങനെ സുവിശേഷങ്ങൾ രൂപം കൊണ്ടു. ലൂക്ക് പേജ് 81-82. അദ്ദേഹം തുടരുന്നു. സുവിശേഷകരായ മത്തായിയും യോഹന്നാനും പാരമ്പര്യപ്രകാരം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്നു. എന്നാൽ ഇന്ന് യാഥാസ്ഥിതികന്മാരൊഴികെ ആരും ഈ അഭിപ്രായം അംഗീകരിക്കുന്നില്ല. മർക്കോസും ലൂക്കായും ക്രിസ്തുശിഷ്യന്മാരായിരുന്നില്ലെന്നും പുരാതന രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ലൂക്ക് പേജ് 82. ക്രിസ്തുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരാരും സുവിശേഷങ്ങൾ എഴുതിയിട്ടില്ലെന്ന് ലൂക്കും സമ്മതിച്ചിരിക്കുന്നു. പിന്നെയെന്താണ് ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ്? സമ്മതമൊഴി 14. ജീവിച്ചിരിക്കാത്ത വ്യക്തികളും മതങ്ങളും. യേശുക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ ആ പേരിൽ ഒരു മതമുണ്ടാകുന്നതെങ്ങനെയെന്ന് സാധാരണയാളുകൾ
എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായി ഒന്നുരണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനെഴുതിയിരുന്നത് ഇങ്ങനെയാണ്. ജീവിച്ചിരിക്കാത്ത ഒരാളുടെ പേരിൽ മതമുണ്ടാകുമോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. അതിനുത്തരം ഇന്ത്യയിൽ തന്നെയുണ്ട്. ശൈവമതം എന്നൊരു മതം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ശിവൻ എന്നൊരാൾ ജീവിച്ചിരുന്നു എന്ന് വരുന്നില്ല. ശിവൻ എന്നത് പിൽക്കാലത്ത് വ്യക്തിരൂപം പൂണ്ട ഒരു ആശയമാണ്. ജീവിച്ചിരുന്ന ഒരു വിഷ്ണുവല്ല വൈഷ്ണവമതം സ്ഥാപിച്ചത്. പിൽക്കാലത്ത് ആ ആശയങ്ങൾക്ക് അനുരൂപമായ ദൈവസങ്കല്പങ്ങൾ വളർന്നുവന്നു. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. ഒന്നാം പതിപ്പ്, പേജ് 59-60. ഈ ഭാഗത്തിന് ലൂക്കാപാതിരിയുടെ മറുപടി കേൾക്കേണ്ടതാണ്. മതവിദ്വേഷിയായ ഇടമറുക് ഒരു പ്രധാന കാര്യം ഇവിടെ മറന്നിരിക്കുന്നു. മതങ്ങൾ രണ്ടു തരമുണ്ട്, വ്യക്തികൾ സ്ഥാപിച്ചവയും അല്ലാത്തവയും. ലൂക്കിന്റെ പുസ്തകം, പേജ് 84. ഇതുതന്നെയല്ലേ ഞാൻ പറഞ്ഞത്? തൊട്ടുമുമ്പ് ഉദ്ധരിച്ച എന്റെ വാചകങ്ങൾ വായനക്കാർ തന്നെ ഒന്നുകൂടി ഒത്തുനോക്കുക. ഞാൻ പറഞ്ഞ കാര്യം തന്നെ വേറെയൊരു വാചകത്തിൽ ലൂക്കും പറയുന്നു. അത് കഴിഞ്ഞു എന്റെ അഭിപ്രായങ്ങളെ തന്നെ വേറെ രൂപത്തിൽ ലൂക്ക് പിന്തുടരുന്നു. വ്യക്തിസ്ഥാപിതമല്ലാത്ത ഒരു മതമാണ് ഹിന്ദുമതം. അതിന് സ്ഥാപകനായി ഒരു പ്രത്യേക വ്യക്തി ആവശ്യമില്ല. ഹൈന്ദവ മതമെന്ന മഹാവൃക്ഷത്തിന്റെ ഒരു ശിഖരമാണ് ശൈവമതം. അതിനും സ്ഥാപകന്റെ ആവശ്യമില്ല. ലൂക്ക്, പേജ് 84. സ്ഥാപകനില്ലാതെ മതമുണ്ടാകുമെന്ന് സമ്മതിച്ചതിന് ലൂക്കിന് പ്രത്യേകം നന്ദി പറയേണ്ടിയിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു മതമാണ് ക്രിസ്തുമതമെന്നാണ് ഞാൻ പറഞ്ഞത്. ശിവൻ എന്നൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നതായി ശൈവമതക്കാർ പറയുന്നില്ല എന്നും തുടർന്ന് ലൂക്ക് പറയുന്നുണ്ട്. പേജ് 84. ഇത് പാതിരിയുടെ വിവരക്കേടാണ്. ഉത്തരേന്ത്യ അദ്ദേഹം സന്ദർശിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഹിമാലയത്തിന്റെ പല ഭാഗത്തും ശിവനും പാർവതിയുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്. ശിവൻ തപസ്സു ചെയ്തതും ദക്ഷയാഗം നടന്നതുമായ സ്ഥലങ്ങൾ എന്നു പറഞ്ഞ് ഹൈന്ദവ സന്യാസിമാർ ചില പുണ്യസ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചുതരും. ശിവന്റെയും പാർവതിയുടെയും പുത്രനായ സുബ്രഹ്മണ്യന്റെ കഥയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും നമുക്കിവിടെ കാണാം. ക്രിസ്തു ജനിച്ച സ്ഥലവും മരിച്ച സ്ഥലവും ഒക്കെ പാലസ്തീനിൽ കാണിക്കുന്നത് പോലെയാണിതും. രണ്ടിനും തെളിവില്ല. ഈ കഥകളെല്ലാം യേശു, ശിവൻ, മാടൻ, അപ്പോളോ, കാളി തുടങ്ങിയ ദൈവങ്ങളെപ്പറ്റി പിൽക്കാലത്ത് ഭക്തന്മാർ കെട്ടിച്ചമച്ചതാണ്. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകത്തിനെതിരെ കത്തോലിക്കാ സഭയ്ക്കു വേണ്ടി ഫാദർ ലൂക്ക് എഴുതിയ പുസ്തകത്തിനുള്ള മറുപടി തുടരുന്നു. തുടർന്നു കേൾക്കുവാനുള്ള ലിങ്ക് ചുവട്ടിലുണ്ട്.